ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർക്കാണ് ആദ്യം പോണത്. 2-3 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി പാലക്കാട് അമ്മയുടെ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ പേരമ്മയുടെ വീട്ടിൽ ഞങ്ങൾ കയറി തലേദിവസം രാത്രി ചെന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അത് കുറച്ച് ഗ്ലിംസസ് കൊടുത്തതേ ഉള്ളൂ. ഇതാണ് നമ്മൾ പിടിച്ച് പോയിട്ടുണ്ടായിരുന്ന വണ്ടി കേട്ടോ. ഭയങ്കര ലക്ഷറീസ് ഫീലുള്ളൊരു വണ്ടിയായിരുന്നു. ഗ്രീൻലാൻഡിൻ്റെ ആയിരുന്നു. എല്ലാവരും ഈ വണ്ടി പോകുമ്പോൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ടുണ്ടായിരുന്ന തനിമ എന്ന് പറയുന്ന ഒരു അഡ്വെഞ്ചറസ് റിസോർട്ടിലാണ്. അപ്പോൾ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് എല്ലാം അവിടെ ഉണ്ട്. പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം. ഞങ്ങൾ പക്ഷേ ഒരു ജസ്റ്റ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുക, ഒരു ടൈം പാസ്, ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഇതുപോലെ ചെന്ന് കയറുന്നിടത്ത് വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, പിന്നെ ഇതുപോലെ മീൻ അക്വേറിയം ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തരും. ഇത് പാലക്കാട് തന്നെയാണ് കേട്ടോ ഈ തനിമ. നമ്മൾ കോയമ്പത്തൂർ പോകുന്ന വഴി കയറിയെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചില്ലാകാൻ. സ്കൈ സൈക്ലിങ്, റോപ്പ് വേ, പിന്നെ നമ്മുടെ പൊക്കത്തൂടെ ഏണിയിൽ കയറില്ലേ, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള. ഞങ്ങൾ പിന്നെ അതൊന്നും അല്ലായിരുന്നു ചെയ്തത്. ആർക്കും അത് താല്പര്യമില്ലായിരുന്നു. താല്പര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. പിന്നെ അതല്ലാണ്ട് മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ താഴെയുള്ള ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കുകയും വാക്കിങ്ങിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതെല്ലാം ചെയ്തു. പിന്നെ അതല്ലാണ്ട് താഴെ കളിക്കാനുള്ള പാർക്കുകൾ പിള്ളേർക്കുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് കേട്ടോ. മഴക്കാലത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സ്റ്റേയും കൂടെ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ള, നമുക്ക് ഗൈഡ്സ് ഉണ്ട് കേട്ടോ. ഓരോ ടീമിനും വരുന്നവർക്ക് ഓരോ ഗൈഡ്സിനെ തരും. നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യുന്നൊരു പയ്യനായിരുന്നു നമുക്ക് കേട്ടോ. സോ അവനെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് തന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തന്ന് നല്ല സഹകരണമായിരുന്നു കേട്ടോ. അത് പ്രത്യേകം പറയണമായിരുന്നു. നിന്റെ പൂച്ചയുടെ അവസാനം അവരൊന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. വയലിനിസ്റ്റും ആളും ടോമാഞ്ചെറിയും ഒന്നിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഡോഗ്സിൽ ഏതിനെ വേണേൽ നമുക്ക് നടത്താൻ കൊണ്ടുപോകാം കേട്ടോ. അതായത് കണ്ടോ എന്തൊരു ഹൈറ്റാന്ന് നോക്കൂ. ദൈവനാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. അപ്പം എനിക്ക് ഏറ്റവും ചെറിയ ഡോഗ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ ഡോഗിനെ നടത്താൻ കൊണ്ടുപോയി. അപ്പം ഞാനെങ്ങനെ നടത്താൻ കൊണ്ടുപോയപ്പോഴാണ് സതീഷേട്ടൻ വലിയൊരു ഡോഗുമായിട്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അളിയനാണ് കേട്ടോ. അളിയൻ മീൻസ് എൻ്റെ അളിയൻ, ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവർ ഗ്ലൗസൊക്കെ പ്രൊവൈഡ് ചെയ്യും ഈ ആനിമൽസിനെ എടുക്കാനായിട്ടൊക്കെ. ഇതൊക്കെ കണ്ട് സതീശൻ ഈ ഏറ്റവും ഹൈറ്റുള്ള ഡോഗിനെ നോക്കി തന്നെ എടുത്തു. ഇവനാണെങ്കിൽ കുറച്ച് അഗ്രസീവാണ്, പക്ഷേ അങ്ങനെ ബൈറ്റ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. സേഫാണ്, എല്ലാം കടിക്കാത്ത ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് ആണ്. പിന്നെ ഇവിടെ 2 ടൈപ്പ് ഓഫ് പൂളുണ്ട്. ഒരെണ്ണം 4 അടി, ഒരെണ്ണം 5 അടി ഒക്കെ ഹൈറ്റുള്ള പൂളുകളുണ്ട്. പിന്നെ മീനിനെ ഫീഡ് ചെയ്യാം നമുക്ക്. എൻ്റെ കൊടലി ഇതുപോലെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഹോഴ്സ് റൈഡിങ്ങിൽ കയറി. അമ്മ മാത്രം കാല് വരാത്തോണ്ട് കയറത്തുള്ളൂ, ബാക്കി എല്ലാവരും കയറിയായിരുന്നു. പിന്നെ ഇതുപോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അതുണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. വാഗമണിലെയും മൂന്നാറിലെയും വയനാട്ടിലെയും ഒന്നും പോലെ അല്ല. ഹൈറ്റും കുറവാണ്, നീളവും കുറവാണ്. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നല്ല അടിപൊളി ഫുഡ് ഉച്ചയായപ്പോൾ അവർ തന്നു കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. മഴയായതുകൊണ്ട് നമുക്ക് പുറത്ത് ഫുള്ളാണെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ അത്യാവശ്യം മഴ ഇടയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഴയുടെ ഒരു വൈബും അറിഞ്ഞു, അല്ലാണ്ട് നമ്മൾ കളിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അത് എവിടേക്കാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വ്ലോഗ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റാ ബൈ.